ഗേസ് അങ്ങനെ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സോറി ഗേസ്, എന്താണെങ്കിലും നമ്മുടെ സ്ഥിരം സെറ്റപ്പിലല്ല ഉള്ളത്. അപ്പം വീഡിയോ ക്വാളിറ്റിക്കും ഓഡിയോ ക്വാളിറ്റിക്കും ഒക്കെ ചെറിയ പ്രശ്നമുണ്ട്. നമ്മളറിഞ്ഞില്ല ഇത്ര പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് വരുമെന്നുള്ളത്. എനിവേ, ഒരു സ്പാനിഷ് പരിശീലകനാണ്. അദ്ദേഹത്തിന്റെ പേര് ഡേവിഡ് കാറ്റല എന്നുള്ളതാണ്. പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കോട്ടയംകാരൻ അച്ചായനാണെന്നൊക്കെ തോന്നും, പക്ഷെ അല്ല. ഈ പറഞ്ഞ പോലെ കാറ്റലനാണ്. ബാഴ്സലോണയിൽ നിന്നിട്ടുള്ള ഒരു പരിശീലകനാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. 44 വയസ്സുകാരനായിട്ടുള്ള താരതമ്യം ഇപ്പോൾ ഒരു കോച്ചിന്റെ ഒരു പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ 44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യങ് കോച്ച് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. കോച്ചിങ് എക്സ്പീരിയൻസ് വൈസ് നോക്കുമ്പോഴും അത്ര വലിയ ഒരു നീണ്ട കരിയറൊന്നും ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഏതാണ്ട് 3-4 വർഷം 2021 അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയറൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. AK ലെർനാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈപ്രസ് ക്ലബിന്റെ പരിശീലകനായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു കരിയർ തുടങ്ങുന്നത്. അവിടുത്തെ യൂത്ത് ടീമിന്റെ പരിശീലനമായിരുന്നു. പിന്നീട് സീനിയർ ടീമിന്റെയൊക്കെ പരിശീലകനായി. അദ്ദേഹം തന്റെ കരിയറിൽ ഏറ്റവും ഒടുവിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബ്, ആസ് എ പ്ലെയർ എന്ന നിലയിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ക്ലബ്ബ് കൂടിയാണ് ഈ പറഞ്ഞ AK ലെർനാക്ക. അദ്ദേഹത്തിന്റെ ഒരു കരിയർ നമുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ബാഴ്സലോണയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ലോക്കൽ ക്ലബ്ബായിട്ടുള്ള എസ്പാനിയോളിന്റെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആണ്. അതിനുശേഷം എസ്പാനിയോളിന്റെ ബി ടീമിൽ ദീർഘകാലം കളിച്ചു. എസ്പാനിയോളിന്റെ സീനിയർ ടീമിലും കളിച്ചിട്ടുണ്ട്. അന്ന് എസ്പാനിയോളിന് വേണ്ടി കളിച്ചിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും ഫുട്ബോളേഴ്സും ഒക്കെ ആയിട്ട് ഒരു കളിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കരിയർ നമുക്ക് നോക്കുമ്പോഴത്തേക്കും സെഗുണ്ട ഡിവിഷൻ, അതായത് സ്പാനിഷ് സെക്കൻഡ് ടയറിലാണ് കൂടുതലും മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനുശേഷം 2012 അദ്ദേഹം ഈ പറഞ്ഞ സൈപ്രസ് ക്ലബിലേക്ക് വരുന്നത്. AK ലെർനാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബിലേക്ക് വന്നത്. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് തന്നെയാണ് ഒരു ഫുട്ബോളിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തത്. പിന്നെ ഒരു കാര്യം, സെൽട്ടാവിഗോയുടെ ഒരു പ്ലെയറും കൂടിയായിരുന്നു. സെഗുണ്ടയിൽ സെൽട്ടാവിഗോയ്ക്ക് വേണ്ടി അദ്ദേഹം മത്സരങ്ങൾ കളിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ പറഞ്ഞ പോലെ AK ലെർനാക്കയുടെ ഒരു യൂത്ത് ടീമിന്റെ കോച്ചായി. ശേഷം അവരുടെ സീനിയർ ടീമിന്റെ പരിശീലകനായിട്ട് ഒരു സ്ഥാനക്കയറ്റം, പ്രൊമോഷൻ കിട്ടി. അവിടെ 29 മാച്ചസ് അദ്ദേഹം പരിശീലനമായിട്ടുണ്ടായിരുന്നു. വിന്നിംഗ് പെർസെൻറ്റേജ് 44% ആണ്. അത് കുഴപ്പമില്ലാത്തൊരു വിന്നിംഗ് പെർസെൻറ്റേജ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനുശേഷം സൈപ്രസിൽ തന്നെ മറ്റൊരു ക്ലബ്ബായിട്ടുള്ള അപ്പോൾ ലിമാസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബിന്റെ പരിശീലകനായിട്ടുണ്ടായിരുന്നു. അതൊരു ഫേമസ് ക്ലബ്ബാണ് സൈപ്രസിലെ. 19 മത്സരങ്ങളാണ് സ്പെൻഡ് ചെയ്തത്. 33% മറ്റേ ഉള്ളൂ വിന്നിംഗ് പെർസെൻറ്റേജ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അദ്ദേഹത്തിന് തന്റെ കരിയറിൽ ഒരു ട്രോഫി സ്വന്തമാക്കാൻ സാധിച്ചു. ലീഗല്ല, അവിടുത്തെ ഡൊമസ്റ്റിക് കപ്പ്, സൈപ്രസ് സൂപ്പർ കപ്പ് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. എന്താണെങ്കിലും ഇന്ത്യൻ സൂപ്പർ കപ്പ് തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം എന്ന നിലയിൽ വരുന്നത്. അപ്പം നമുക്ക് സൂപ്പർ കപ്പൊക്കെ വിൻ ചെയ്യിക്കാൻ ഇദ്ദേഹത്തിനെ കൊണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. പിന്നെ അദ്ദേഹം NK ഇസ്ട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രൊയേഷ്യൻ ക്ലബിന്റെ പരിശീലനമായിരുന്നു. 19 മത്സരങ്ങളോളം അവിടെയും പരിശീലനമായിട്ട് ഇരുന്നിട്ടുണ്ട്. 26% ആണ്. അവിടെ അത്ര ഇതൊന്നും അല്ല. അതിനുശേഷം സബാഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തേർഡ് ടയർ ക്ലബിന്, സ്പാനിഷ് തേർഡ് ടയർ ക്ലബിന്റെ പരിശീലകനായിരുന്നു. അവിടെയും 20 മാച്ചസിൽ നിന്ന് 39 ആണ് അദ്ദേഹത്തിന്റെ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾ ലിസ്റ്റ് നോക്കിയോണ്ട് അറിയാം, ഒരു 20 മത്സരം 19 മത്സരം എന്നൊക്കെ ഉള്ളതാണ്. അതിനുശേഷം പലയിടത്തു നിന്നും സാക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ചരിത്രം വെച്ചിട്ട് നമുക്കറിയാം, ഓരോ പരിശീലകന്മാരും വളരെ കുറഞ്ഞ കാലമുള്ളൂ. ഇപ്പൊ അപ്പാർട്ട് ഫ്രം ഇവാൻ, ബാക്കി എല്ലാവരുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റാറെ വന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അദ്ദേഹം കരിയർ 12 വർഷമായിട്ട് ട്രോഫി വിൻ ചെയ്യാത്തൊരു പരിശീലനമാണ്. നമ്മൾ 11 വർഷമായിട്ട് ക്ലബ്ബ് തുടങ്ങിയിട്ട് ട്രോഫി ഇല്ല. അപ്പം നല്ല സ്ഥലത്താണ് എത്തിപ്പെട്ടത്. അപ്പം അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടെയും പറയേണ്ടി വരും എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു ഷോർട്ട് ടൈം കോൺട്രാക്റ്റിലാണ്, അതായത് ഒരു സീസൺ മാത്രമുള്ള ഒരു കോൺട്രാക്റ്റിലാണ് ഇദ്ദേഹത്തെ എത്തിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഇവാന്റേത് പോലത്തെ ഒരു പ്രൊഫൈൽ എന്നൊക്കെ പറയാം. കാരണം ഇവാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന സമയത്തും അത്ര വലിയൊരു എക്സ്പീരിയൻസ്ഡ് അല്ല. എനിക്കൊന്ന് 7 വർഷത്തെ മറ്റോ കോച്ചിങ് കരിയർ. ഇദ്ദേഹത്തിന് നോക്കുമ്പോൾ ഒരു 4 വർഷത്തെ കോച്ചിങ് കരിയർ. അതും ആകെ നേടിയിട്ടുണ്ടായിരുന്നത് ഒരു ഡൊമസ്റ്റിക് കപ്പാണ്. ഇദ്ദേഹവും ഒരു ഡൊമസ്റ്റിക് കപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള പല സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം ഇവാന്റേത് പോലത്തെ ഒരു കാര്യം ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ, ഇവാന്റേതിന് അപ്പുറത്തേക്ക് ഇവിടെ ഒരു ട്രോഫി നമുക്ക് നേടിത്തരാനാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പറഞ്ഞല്ലോ, പ്രൊഫൈൽ വൈസ് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹൈ പ്രൊഫൈൽ ഒന്നും അല്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകർ എത്രത്തോളം ട്രോഫിയിൽ ഒബ്സസ്ഡ് ആണ്, അല്ലെങ്കിൽ ട്രോഫി വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു ട്രോഫി നേടാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. പക്ഷേ നമുക്കറിയാം, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ISL ഒരു പരിശീലനം വരുമ്പോൾ ഇവിടെ വന്ന് സക്സസ് ആകുക എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു സംഭവമാണ്. അപ്പം അത് എങ്ങനെ നേടിയെടുക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ
ഈ ആ ഒരു മുൻകാലത്തെ പ്രൊഫൈൽ വെച്ചിട്ട് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സാധാരണ കോച്ചസിനെ വരുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ഇയർ അങ്ങനത്തെ ഒരു പ്രൊജക്ട് എന്ന നിലയിലാണ് കൊണ്ടുവരുന്നത്. ഇവിടെ അദ്ദേഹത്തെ അങ്ങനത്തെ പ്രൊജക്ട് ഒന്നുമല്ല, 2026 ഒരു സീസൺ മാത്രം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിലാണ് കൊണ്ടുവരുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല. ചില ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പം ഖേലവിന്റെ ആശിഷ് നെയ്യ് 90 സ്റ്റോപ്പേജിന്റെ ധനഞ്ജയൊക്കെ ഉള്ള റിപ്പോർട്ട്സ് ഞാൻ ട്വീറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ലൊബേറെ എന്താ പറയാ ഒരു നമ്മുടെ പ്രൈം ടാർഗറ്റ് ആയിട്ട് നിൽക്കുകയാണോ, അല്ലെങ്കിൽ ഇതൊരു ഷോർട്ട് ടൈം പ്ലാനിൽ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ഉള്ളത്. കാരണം ലൊബേറെ 2026 വരെ ഒഡീഷയായിട്ട് കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് കൊണ്ടുവരാൻ പറ്റാവുന്ന സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് ഒരു കോച്ചിനെ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞൊരു ഷോർട്ട് ടൈമിനും കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യത്തിലും വേണം നമുക്ക് അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. സോ അതൊക്കെയാണ് ഒരു പുതിയ പരിശീലകൻ വരുന്നൊരു സമയത്ത് പറയേണ്ടത്. സൂപ്പർ കപ്പിൽ അദ്ദേഹത്തിന് എന്ത് നേടാനാകും എന്നുള്ളത് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ വളരെ ചെറിയ പീരീഡിലാണ് വരുന്നത്. അപ്പം വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇദ്ദേഹം ഈ പറഞ്ഞൊരു ഡൊമസ്റ്റിക് കപ്പിൽ ഒരു സക്സസ് കണ്ടെത്തി എന്നുള്ളത് നമുക്ക് വേണ്ട ഒരു പ്രതീക്ഷയായിട്ടും പറയാം. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ